ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയാനല്ലേ പാസ്റ്റർ തുടങ്ങിയത്? പാസ്റ്റർ പിന്നെ എന്തിനാണ് ആദാമിലേക്ക് പോയത്? പിന്നെ എന്തിനാണ് അബ്രഹാമിലേക്ക് പോയത്? പിന്നെ ഇനി എന്തിനാണ് പാസ്റ്റർ അടുത്ത ഇസ്രായേലിലേക്ക് പോകാൻ പോകുന്നത്? ഞങ്ങൾക്കറിയാം പാസ്റ്റർ ഇനി അടുത്തത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം ഇസ്രായേലിനെ ദൈവം വീണ്ടെടുത്ത സമയത്ത് ഒരുപാട് ആടുകളെ അർപ്പിച്ചു. ഇസ്രായേൽ ജാതി മിസ്രൈമ്യ ജാതിയേക്കാളും വലിയ ശ്രേഷ്ഠരൊന്നുമല്ല, അവരും പാപികളൊക്കെ തന്നെയാണ്. അപ്പോൾ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ഇപ്പം അടിമത്തത്തിലാണ്. എവിടെയാണ്? ഈജിപ്തിൽ, മിസ്രൈമിൽ അടിമത്തത്തിലായിരിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും മറ്റ് ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുന്ന ഇസ്രായേലിൻ്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ദൈവം അവരുടെ നേതാവായ മോശയെ തിരഞ്ഞെടുത്തു. മോശയ്ക്ക് ചില അടയാളങ്ങൾ കൊടുത്തു. മോശയിലൂടെ ചില അടയാളങ്ങൾ ചെയ്തു. അതിലേറ്റവും അവസാനത്തെ അടയാളം എന്ന് പറയുന്നത് ദൈവം സംഹാരദൂതനെ അയക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ അടയാളം മാസത്തിൽ അതായിരുന്നു. അത് ഫറവോൻ അന്നേ പിടികിട്ടിയിരുന്നെങ്കിൽ ഈ സംഹാരദൂതൻ്റെ ആവശ്യം വരില്ലായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും പോയി ദൈവത്തെ ആരാധിക്കാമായിരുന്നു. പക്ഷെ ഫറവോൻ അത് പിടികിട്ടിയില്ല. കാരണം ആദ്യം തന്നെ മോശ വടിയിട്ടപ്പോൾ മോശയുടെ വടിയിൽ നിന്ന് സർപ്പം വന്നു. സംഹാരദൂതനെ പ്രതിനിധീകരിക്കുന്ന സർപ്പം വന്നു. അവരെല്ലാവരുടെയും വടികളിൽ നിന്നും, അവരുടെ ഉണ്ടായിരുന്ന എല്ലാ മെജീഷ്യൻസും വടി താഴെയിട്ടപ്പോൾ, അവരവരുടെ വടി താഴെയിട്ടപ്പോൾ അതിൽ നിന്നും എന്ത് വന്നു? പാമ്പുകൾ വന്നു. ഇത് ഈ ട്രിക്കൊക്കെ മാജിക് ട്രിക്കല്ല, ഇത് നമുക്കും അറിയാം എന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മുടെ ദേവന്മാർക്കും നമ്മുടെ ദേവിമാർക്കും ഒക്കെ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുമെന്ന് അവർ പറയുമ്പോൾ മോശയുടെ ദൈവം അയച്ച ആ സർപ്പം, മോശയുടെ വടിയിൽ കൂടെ പുറത്തു വന്ന ആ സർപ്പം ബാക്കിയുള്ള എല്ലാ പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മോശയുടെ ദൈവം ഈ ദൈവന്മാരെക്കാളും ദേവിമാരെക്കാളും ഇവരുടെ പാമ്പുകളെക്കാളും വലിയവനാണ് എന്ന് ഫറവോൻ ഒറ്റയടിക്ക് ആലോചന കിട്ടിക്കഴിഞ്ഞു. മോശയിലൂടെ ദൈവം പറയാണ്, ഈ സംഹാരദൂതനെ ഉണ്ടാക്കുന്നതും അയക്കുന്നതും ഞാനാണ്, ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും ഞാനാണ്. നമുക്ക് ആ സംഹാരദൂതനെ പുതിയ നിയമത്തിൽ വേണമെങ്കിൽ പിശാചിനോട് കമ്പയർ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ആ സർപ്പത്തെ പിശാചിനോട് കമ്പയർ ചെയ്യാം. ഞാൻ ആ കമ്പാരിസണിലേക്ക് അത്ര അങ്ങോട്ട് പോകാറില്ല. എന്നാൽ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, സാത്താനെ സൃഷ്ടിച്ചതും അവനെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ ഈ വടി താഴെയിട്ടപ്പോൾ സർപ്പമായി മാറി, വടിയുടെ വാല് പിടിച്ചപ്പോഴത്തേക്ക് അത് തിരിച്ച് വടിയായി മാറി. സാത്താനെ സൃഷ്ടിച്ചതും അവനെ നിയന്ത്രിക്കുന്നതും ആരാണ്? ദൈവമാണ്. ആ ലെവലിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ പറയുന്നത് വേറൊരു വസ്തുതയാണ്. ആ പാമ്പ് സംഹാരദൂതനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ദൈവം അയക്കാൻ പോകുന്ന സംഹാരദൂതൻ. ഈ സംഹാരദൂതന് ഇപ്പോൾ പാപി എന്നും അധർമ്മി എന്നും ധർമ്മത്തിൽ ജീവിക്കുന്നവനും ദൈവമായിട്ട് നീതിയിൽ ജീവിക്കുന്നവനെന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കുമെങ്കിലും യഹൂദിയാണോ അതോ മിസ്രൈമ്യനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇതും വലിയൊരു മർമ്മമാണ്. നമ്മളിന്ന് പല ആളുകളെയും നോക്കിയിട്ട് ഞങ്ങളൊക്കെ വിശ്വാസികളാണ്, അവർ അവിശ്വാസികളല്ലേ, അതുകൊണ്ട് അവർക്കായിരിക്കും ശിക്ഷ വരിക, നമുക്ക് വരില്ല എന്നൊക്കെ വിചാരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, യഹൂദന്മാരുണ്ട്. എന്നാൽ അവർ നമ്മളെക്കാളും നീതിയുള്ള ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ശിക്ഷ നമുക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ അനീതിയിൽ ജീവിക്കുന്നവരാണ് മിസ്രൈമിൻ്റെ ആളുകളെ പോലെ തന്നെയുള്ള ആളുകളാണ് ഇസ്രേലിയരെങ്കിലും ഇസ്രേലിയരോടുള്ള ദൈവത്തിൻ്റെ ആ പ്രത്യേക സ്നേഹ നിമിത്തം ദൈവം അവരോടും അവരുടെ പിതാക്കന്മാരോടും ചെയ്ത ഉടമ്പടി ഓർത്തു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഈ ഞാനാകുന്നവനെ പലതുമായി ആളുകൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞു. ചിലർ സൂര്യനുമായിട്ട് താരതമ്യം ചെയ്യുന്നു. നമ്മുടെ ഫറവോ എന്ന് പറഞ്ഞാൽ സൂര്യനുമായിട്ടാണ് അതിനെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ താരതമ്യം ചെയ്യുന്നു. വേറെ ചിലർ ചന്ദ്രനുമായിട്ടാണ് ദൈവത്തെ താരതമ്യം ചെയ്യുന്നത്. വേറെ ചിലർ നക്ഷത്രങ്ങളുമായിട്ടാണ് ദൈവത്തെ താരതമ്യം ചെയ്യുന്നത്. വേറെ ചിലർ മൃഗങ്ങളുമായിട്ടാണ് ദൈവത്തെ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള താരതമ്യങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന് ഇനിയിപ്പം വേറെ ഒന്നിനോടും കമ്പയർ ചെയ്യാൻ ഒക്കില്ലല്ലോ. പറ്റുമോ? ഞാൻ ദൈവമാണ് എന്ന് മനസ്സിലാക്ക്, ഞാൻ ദൈവമാണ് എന്ന് ദൈവം പറയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു, അതാണ് ദൈവത്തിൻ്റെ പേര്. അപ്പോൾ ദൈവം പേര് വെളിപ്പെടുത്തുമ്പോൾ തന്നെ ദൈവം എന്താ പറയുന്നത്? എന്നോട് തുല്യനായിട്ട് ആരുമില്ല, എൻ്റെ കമ്പാരിസണിൽ പോലും ആരെയും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം പേര് വെളിപ്പെടുത്തിയപ്പോൾ ഞാനാകുന്നു എന്ന് പറയുന്നത്. ഇതേ വാക്ക് ഞാനാകുന്നു എന്ന് പറയുന്ന ഇതേ വാക്കാണ്, എഗോ എമി എന്ന് പറയുന്ന വാക്കാണ് കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവം ദേഹരൂപത്തിൽ വന്നവനാണ് എന്ന് ക്രിസ്ത്യാനികളായി നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്.
സങ്കീർത്തനം 23 യഹോവ എൻ്റെ ഇടയനാകുന്നു. യെഹെസ്കേൽ 37 യഹോവ തന്നെ അവൻ്റെ ജനത്തിൻ്റെ ഇടയനായി വന്ന് അവരെ രക്ഷിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പറയാണ്, ഞാനാണ് ആ ഇടയൻ. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം. ഞാൻ തന്നെ ആകുന്നു. അപ്പോൾ ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ആ ദൈവം അവനെ ആരാധിക്കേണ്ടതിന് അവൻ്റെ ജനത്തെ ഫറവോൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാണ് ഇപ്പോൾ ആരെ അയച്ചിരിക്കുന്നത്? മോശയെ അയച്ചിരിക്കുന്നത്. മോശ ആ സർപ്പത്തെ ഉണ്ടാക്കി ആദ്യം തന്നെ അവർക്ക് അടയാളം കൊടുത്തു. ദൈവം ഇനിയൊരു സംഹാരദൂതൻ അയക്കും. ആ ദൈവം യഹോവയാകുന്ന ദൈവം, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്ന ദൈവം, ഞാനാകുന്ന ദൈവം, വേറെ ഒന്നിനോടും നമുക്ക് സമനാക്കാൻ കഴിയാത്ത തുല്യത, നമുക്ക് വേറെ ഒന്നിനോടും അനുമാനിക്കാൻ കഴിയാത്ത ഒരു ദൈവം. ആ ദൈവം ഒരു സംഹാരദൂതനെ അയക്കും. നിങ്ങളുടെ ഈ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ ശക്തിയെ തീർക്കും. നിങ്ങളുടെ ആദ്യജാതൻ നഷ്ടപ്പെടും. അന്നേ അവർ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കളെ വിട്ടേനെ. പക്ഷെ വിട്ടില്ല. ഫറവോൻ്റെ സൗകര്യം പോലെയല്ലേ. ഫറവോൻ അവരെ കൊണ്ട് കൂടുതൽ പണിയെടുക്കുക. അവൻ്റെ പണി അങ്ങ് കൂട്ടാണ്. അവൻ കൂടുതൽ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പല പ്രാവശ്യം ഫറവോന് ദൈവത്തിൽ നിന്ന് അടികിട്ടി ദൈവത്തിൽ നിന്ന് അടയാളങ്ങൾ അവന് കിട്ടി. ആ അടയാളങ്ങൾ കിട്ടുമ്പോൾ ഫറവോൻ്റെ മനസ്സങ്ങ് അലിയും. ഫറവോൻ വന്നിട്ട് മോശയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മോശ പ്രാർത്ഥിക്കും. ഫറവോനോടുള്ള ബന്ധത്തിലുള്ള അടയാളങ്ങൾ ദൈവം അവന് ഫറവോന് വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കും. എന്നാലും ഫറവോൻ്റെ മനസ്സ് വീണ്ടും കഠിനപ്പെടും. ഇങ്ങനെ കഠിനപ്പെട്ട് അവസാനം ആദ്യത്തെ 5 പ്രാവശ്യം ഫറവോൻ അവൻ്റെ മനസ്സ് കഠിനപ്പെടുത്തി എന്ന് പറയുന്നത്. ആദ്യത്തെ 5 അത്ഭുതങ്ങൾ നടന്നപ്പോൾ, അടുത്ത 5 അത്ഭുതങ്ങൾ നടന്നപ്പോൾ ദൈവം അവൻ്റെ മനസ്സ് കഠിനപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി അവനൊന്നും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. ദൈവത്തിന് തന്നെ മനസ്സിലായി. ആ ലെവലിലേക്ക് അവനെത്തി. അവൻ്റെ ആ മോഹവും അധികാരവും മായയോടുള്ള താല്പര്യവും അത്ര അങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ഹിരണ്യകശിപു പ്രഹ്ലാദ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ നിങ്ങൾ വായിച്ചു കാണും. അതിൽ ഈ ഹിരണ്യകശിപു എന്ന് പറയുന്നത് ഒരു അസുര രാജാവാണ്. പ്രഹ്ലാദൻ എന്ന് പറയുന്നത് അവനൊരു വിഷ്ണു ആരാധകനാണ്. ആ വിഷ്ണു ആരാധകൻ അവൻ്റെ ആരാധന ചെയ്ത് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അവൻ്റെ സഹോദരിയും മരിക്കില്ലായിരുന്നു. അവൻ്റെ രാജ്യം നഷ്ടപ്പെടില്ലായിരുന്നു. അവസാനം നരസിംഹം വന്ന് അവനെ കൊല്ലുകയുമില്ലായിരുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ഇവൻ്റെ ഭക്തിയെ ഒന്ന് പരിശോധിക്കണം. അവൻ്റെ ഭക്തിയെ പരിശോധിക്കുകയല്ല, വാസ്തവത്തിൽ അവൻ്റെ ദൈവത്തെ പരിശോധിക്കുകയാണ്. ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ അസുര രാജാവ് അവിടെ ഇരിക്കുമ്പോൾ ദൈവം അവനെ നോക്കിച്ചിരിക്കുകയാണ്. അഹങ്കാരം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് അഹങ്കാരം. അഹങ്കാരിയെ അഹങ്കാരം തന്നെ കൊല്ലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഹങ്കാരിയെ അവൻ്റെ അഹങ്കാരം തന്നെ കൊല്ലും. അവിടെ ആ പ്രഹ്ലാദനാകെയുള്ളത് അവൻ്റെ ആശ്രയം മാത്രമാണ്, അവൻ്റെ സറണ്ടർ മാത്രമാണ്. അവൻ പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെട്ടവനാണ്. അങ്ങനെ സമർപ്പിക്കപ്പെട്ടവനെ കത്തിക്കാൻ നോക്കി, അവന് കത്തിയില്ല. അവനെ മുകളിൽ നിന്ന് താഴെ ഇടാൻ നോക്കി, താഴെ ഇട്ടിട്ടും അവൻ മരിച്ചില്ല. അവനെ പല രീതിയിൽ ഉപദ്രവിച്ചു, അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം നരസിംഹം, നരനുമല്ല സിംഹമല്ല എന്ന് വെച്ചാൽ നോട്ട് ആനിമൽ നോട്ട് മാൻ. കാരണം ഈ നമ്മുടെ അസുരന് വരം ലഭിച്ചിരിക്കുക അത്രേ. എന്താണ് വരം? മനുഷ്യനോ മൃഗത്തിനോ ദൈവങ്ങൾക്കോ എന്നെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആരാ എന്നെ കൊല്ലുന്നത്? അല്ലേ? ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ മനുഷ്യനും മൃഗവും കൂടി ആയിട്ട് ഒരുത്തൻ വന്നു അവൻ്റെ പണി തീർക്കാൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതേമാതിരി ഇതൊരു ഉദാഹരണമാണ്. ഞാൻ ഭാഗവതത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണം. ഇതേമാതിരി ഫറവോൻ അവിടെ അഹങ്കരിച്ച് ഇസ്രായേൽ മക്കളുടെയും മോശയുടെയും ഭക്തിയെ അപമാനിച്ച് അവർ ദൈവത്തെ ആരാധിക്കാനായിട്ട് അവർ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ സമ്മതിക്കാതെ അവരുടെ ഭാരങ്ങൾ കൂട്ടി അവരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി. എന്നാലും മോശെ ദൈവത്തിൻ്റെ താഴ്മയാകുന്ന സ്വഭാവം കാണിച്ചുകൊണ്ട് അവൻ്റെ ജനത്തെയും ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഫറവോന് ബുദ്ധിമുട്ടുള്ളപ്പോൾ ആ ഫറവോന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ബുദ്ധിമുട്ടുകളും കൂടെ മാറ്റി കൊടുക്കുന്നു.
ഇത്രയും സ്നേഹവാനായിരുന്നിട്ടും ഈ മോശ ഇത്രയും നല്ലവനാണല്ലോ എന്നെങ്കിലും കണ്ടിട്ട് മോശയുടെ കൂടെയുള്ള കുറച്ച് പേരല്ലേ ഉള്ളൂ, അവരെ വിട്ടുവിടായിരുന്നോ? എങ്ങനെ ഫറവോൻ തോൽവി സമ്മതിക്കുന്നത്? അവൻ്റെ എത്ര എത്ര ദൈവന്മാരിയ്ക്കുന്നു, എത്ര എത്ര ദേവിമാരിയ്ക്കുന്നു, എത്ര എത്ര ഫിലോസഫേഴ്സ് ഇരിക്കുന്നു, എത്ര എത്ര പാമ്പാട്ടികൾ ഇരിക്കുന്നു. ഇവരെയും കൊണ്ടൊക്കെയല്ല അവൻ പണിതിരിക്കുന്നത് അവൻ്റെ അധികാരം. ആദ്യത്തെ 5 പ്രാവശ്യം അവൻ അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി, അടുത്ത 5 പ്രാവശ്യം ദൈവം അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഈ ഒരുപാട് ദൈവത്തിൻ്റെ മക്കളെയും നീതിയോടെ നടക്കുന്നവരെയും ഉപദ്രവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ദൈവം എവിടെ? ഇത്രയൊക്കെ ഉപദ്രവം നമുക്ക് ഉണ്ടാവാൻ പാടുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന ദൈവം ഇതിനകത്തൊന്നുമില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല, ദൈവം അവരുടെ പക്ഷത്തായിരിക്കും, ചിലപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് തോന്നും, ഇതൊക്കെ തോന്നലിങ്ങനെ വന്നിങ്ങനെ പോവും. പക്ഷെ മനസ്സിലാക്കിക്കോ, ദൈവത്തിൻ്റെ പൈതലെ, വലിയ ഏതോ ഒരു അടി നിൻ്റെ ശത്രുവിന് ദൈവം കൊടുക്കാൻ വെച്ചിരിക്കുക. അതുകൊണ്ടാണ് അവനിപ്പോൾ ഈ ദുഷ്ടത പ്രവർത്തിച്ച് അതിൻ്റെ അധീനതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദുഷ്ടനെ വാനോളം അല്ലേ പന പോലെ വളർത്തും എന്നാ പറഞ്ഞത്. ആ ദുഷ്ടൻ ഇങ്ങനെ ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്ത് ഇങ്ങനെ വളർന്ന് നിൻ്റെ മുമ്പിൽ പോകുമ്പോൾ തന്നെ നീ താഴ്മയോടെ ദൈവത്തോട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച മോശയെ കളയാക്കുകയാണ് ഇന്നത്തെ ആളുകൾ. എന്നാൽ ആ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച മോശയുടെ കൂടെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവമുണ്ട്. ആ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ഈ ദുഷ്ടന് വരെ പോലും പൂർണ്ണ ഹൃദയത്തോടെ അവന് നന്മ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ മോശയുടെ ജനത്തെ വിടുവിക്കാൻ ദൈവം അവസാനം സംഹാരദൂതനെ അയച്ചു. ദൈവം സംഹാരദൂതനെ അയച്ചപ്പോൾ അതിൽ മോശയുടെ കൂടെ ഉള്ളവരുടെ യഥാർത്ഥ സ്വഭാവം കുറച്ച് കഴിഞ്ഞാൽ വെളിപ്പെടും. ഇവരിൽ എത്ര പേര് വാസ്തവത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്, എത്ര പേര് വാസ്തവത്തിൽ മായയോട് ലോഭമുള്ളവരും ഈ ലൗകികമായ മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, എത്ര പേർക്ക് വിശപ്പടക്കാൻ പറ്റില്ല, എത്ര പേർക്ക് മാംസം വേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും. എത്ര പേര് ദൈവത്തെ തള്ളിപ്പറയും, എത്ര പേര് വിഗ്രഹത്തെ നിർവഹിക്കും, എത്ര പേര് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കും, എത്ര പേര് വിഗ്രഹത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇമ്മോറൽ ലൈഫ് ജീവിക്കും. ഇതൊക്കെ മുന്നോട്ട് നമ്മൾ കാണാൻ പോവാണ്. പക്ഷെ ഇവരാരും ശുദ്ധീകരിക്കപ്പെട്ടവരല്ല എന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് ദൈവം ഉണ്ടാക്കിയ ഒരു പ്രതിവിധി എന്താണ്? ദൈവം മോശയോട് കൽപ്പിച്ചു, നിങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഓരോ ആടുകളെ നിങ്ങൾ അറക്കണം. എന്നിട്ട് ഈ ആടിൻ്റെ രക്തം നിങ്ങളുടെ വാതിൽക്കൽ പുരട്ടണം. വാതിലിൻ്റെ മുകളിൽ അത് പുരട്ടുമ്പോൾ അപ്പോൾ വാതിലിൻ്റെ അടുത്തേക്ക് സംഹാരദൂതം വരുമ്പോൾ അതിനകത്തോട്ട് കയറുപോലെ വേറെ എല്ലാ വീടുകളിലേക്കും കയറും. ആ രക്തത്തിന് എന്തെങ്കിലും ശക്തി ഉള്ളത് കൊണ്ടല്ല, ദൈവം ഭാവിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ പുത്രത്തിൻ്റെ രക്തത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഇതൊരു അഡ്വാൻസ് സൈൻ പോസ്റ്റ് മാത്രമാണ്. ഇത് അഡ്വാൻസ് ആയിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അടയാളം മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള അടയാളം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ശേഖരൻ നായർ റോഡിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പല റോഡുകളും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇത് ഏതാണ് റോഡ്. പക്ഷേ അവിടെ ഒരാൾ സൈൻ പോസ്റ്റ് വെച്ചിട്ടുണ്ടാവും, ഇതാണ് ശേഖരൻ നായർ റോഡ്, ഇവിടേക്കാണ്, ഈ വഴിയിലേക്ക് പോയാൽ നിങ്ങൾ ശേഖരൻ നായർ റോഡിലേക്ക് എത്തും എന്ന് പറയുന്നത് മാതിരി ദൈവം ഒരു സൈൻ പോസ്റ്റ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ആ സൈൻ പോസ്റ്റാണ് ഈ രക്തം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ സൈൻ പോസ്റ്റ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്കും ആ ക്രൂശിൽ ഒഴുകപ്പെടാൻ പോകുന്ന മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം ഒടുക്കാൻ പോകുന്ന രക്തമാണ്. ഈ രക്തങ്ങളുണ്ടല്ലോ, ഈ കൊച്ചു കൊച്ചു ആടുകളുടെ രക്തത്തിന് ഒരു ശക്തിയില്ല. പക്ഷേ ഈ രക്തം പ്രതിനിധീകരിക്കുന്നത് വേറൊരു രക്തത്തെയാണ്. അതുകൊണ്ടാണ് ഇതിന് ശക്തിയുള്ളത്. ഇപ്പോൾ ഞാൻ മോദിജിയുടെ പ്രതിനിധിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക എന്ന് വിചാരിക്കാം. മോദിജിയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ വാക്കിന് നിങ്ങൾ കൊടുക്കുന്ന വില, ഇന്ന് ഞാനിപ്പോൾ ഒരു സാധാരണ ദൈവദാസനായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കൊടുക്കുന്ന ആ വിലയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആരാണ് ഈ രക്തത്തെ അധികാരപ്പെടുത്തുന്നത് എന്നതിന് അനുസരിച്ചാണ് ആ രക്തത്തിന് വിലയുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ രക്തം, കർത്താവിൻ്റെ രക്തമാണ് ഇന്ന് ഈ കൊച്ചു കൊച്ചു ആടുകളുടെ രക്തത്തെ ആധികാരികമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആധികാരികമായ രക്തം ഏതൊക്കെ വീടുകളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ ആ വീടുകളെ സംഹാരദൂതൻ ഒഴിഞ്ഞു പോകും. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എനിക്ക് പാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സംഹാരദൂതൻ ഇസ്രായേൽ മക്കളെ തൊട്ടില്ല. ഫറവോൻ്റെ ആദ്യജാതനെ കൊന്നു. ഫറവോൻ ഉടനെ തീരുമാനിച്ചു ഇസ്രായേൽ മക്കളെ വിട്ടയക്കണം. ഇസ്രായേൽ മക്കളെ അവൻ വിട്ടടച്ചു.
അതാണ് പുറപ്പാട്. അവർ എപ്പോഴും ഇപ്പം ഞാനിങ്ങനെ വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല, അതേമാതിരി പുറപ്പെടാനുള്ള ഒരു വസ്ത്രങ്ങളൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ദൈവം പറഞ്ഞത്. എപ്പോൾ വെളി വരും നമുക്കറിയില്ല, എപ്പോഴും റെഡി ആയിട്ടിരിക്കുക. അങ്ങനെ അവർ റെഡി ആയിട്ട് നിൽക്കുക, ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ, ദൈവത്തെ മരുഭൂമിയിൽ വെച്ച് ആരാധിക്കാൻ അവർ പോവാണ്. അവരെ ശുദ്ധീകരിച്ച് ആ ആടുകളുടെ രക്തത്തെക്കാളും അന്ന് കൈനൊഴുക്കിയ ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം ഇന്ന് നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ ആടുകളുടെ രക്തത്തിന് ഈ വ്യക്തികളെ ശുദ്ധീകരിക്കാനും സംഹാരദൂതനിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നമ്മളെ എത്ര അധികം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ച് നമ്മളെ ആ വീണ്ടെടുപ്പിൻ്റെ പാതയിലേക്ക് നയിക്കും. നമ്മളെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിലേക്ക് വഴി നടത്തും. അതിൻ്റെ ഇടയ്ക്കുള്ള ആ മരുഭൂമി കാലമുണ്ട്. ആ മരുഭൂമി കാലത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ആജ്ഞകൾ പ്രമാണിക്കാനായിട്ട് നമ്മളെ ബലപ്പെടുത്തും. അവിടെ വരുന്ന പല രീതിയിലുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള പരീക്ഷകളുണ്ട്. അതിനെല്ലാം ജയിക്കാനായിട്ട് ഈ രക്തം നമ്മളെ ബലപ്പെടുത്തും. ഈ രക്തം നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളെ ശുദ്ധീകരിക്കപ്പെട്ടവരായി പ്രഖ്യാപിക്കും. സാത്താൻ്റെ മുമ്പിൽ, സംഹാരദൂതൻ്റെ മുമ്പിലാണ് ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് ഇസ്രായേൽ മക്കൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ടവരായിട്ട്, ദൈവത്തിന് വേണ്ടി വേർപെട്ടവരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതേമാതിരി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മളെ വേർപെട്ടവരാക്കി. നമ്മൾ ഇനി അവരിൽപ്പെട്ടവരല്ല. ആ വേർപാടിൻ്റെ ആ രക്തം നമ്മളെ പാപികളിൽ നിന്നും വേർപെടുത്തിയ രക്തം, പാപികൾക്ക് വരാൻ പോകുന്ന നാശത്തിൽ നിന്നും വേർപെടുത്തിയ രക്തം, നമ്മളെ പാപത്തിൽ നിന്നും വേർപെടുത്തിയ രക്തം സാത്താൻ്റെ മുമ്പിൽ നമ്മളെ അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. സാത്താൻ കാണുമ്പോൾ നമ്മളിൽ അവൻ കാണുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട, ദൈവത്തിന് വേർപെട്ട ദൈവത്തിൻ്റെ ഒരു പൈതലിനെയാണ്. ആ രക്തം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ രക്തത്തിൽ ആശ്രയിക്കുക. ഈ മരുഭൂമി കാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ രക്തത്തിൽ ആശ്രയിക്കുക. ആ രക്തത്തിന് ഒരുപാട് ശക്തിയുണ്ട്. നമ്മുടെ പാപങ്ങൾ എണ്ണപ്പെടാത്ത രീതിയിലാക്കി തരും. എന്ന് വെച്ചാൽ ഒരുപാട് പാപങ്ങളുണ്ടെങ്കിലും, ഒരുപാട് പാപങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും, ഇപ്പോൾ ഈ യഹൂദന്മാർ, ഈ മോശയുടെ കൂടെയുള്ളവരൊന്നും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലോ, അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെ മറികടന്ന് ആ രക്തത്തിന് ശക്തിയുണ്ട്. ആ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലും പിശാചിൻ്റെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. ശുദ്ധീകരിക്കപ്പെട്ട, വേർപെടപ്പെട്ട, ദൈവത്തിന് മാത്രം ആരാധന കൊടുക്കാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഈ മരുഭൂമി കാലത്ത് അനീതിയും വിഗ്രഹാരാധനയും ദുർനടപ്പുമാകുന്ന പാപങ്ങളെ നേരിടുമ്പോൾ അതിനെയൊക്കെ വാർഡ് ഓഫ് ചെയ്യാൻ, നമ്മളൊന്ന് അകറ്റി നിർത്താൻ, ഈ ദുർനടപ്പുകാർ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ തീയാണ് അവർ കാണുക. യേശുവിൻ്റെ രക്തം നമ്മളെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ തൊടാൻ കഴിയില്ല. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കുമാറാകട്ടെ.